ഹായ് കൂട്ടുകാരി, ഞാൻ ആദ്യമായി യൂട്യൂബിൽ ഏതൻ ഫാം എന്നൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച വിവരം നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ അറിയിക്കട്ടെ. ആദ്യമായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൽ ഒരു മലയോര ഗ്രാമമായ താബോർ എന്ന സ്ഥലത്താണ് എൻ്റെ താമസം. എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ചില വിഷയങ്ങൾ, എന്താണ് ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങളും എന്താണെന്ന് നിങ്ങളോടൊന്ന് വിവരിക്കാൻ ആമുഖമായി ചില വാക്കുകൾ ഞാൻ സംസാരിക്കട്ടെ. ആദ്യമേ തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാൻ ബേബി അഗസ്റ്റ്യൻ, താബോർ. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല. സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ 10ാം ക്ലാസ് വരെ എനിക്ക് വിദ്യാഭ്യാസമുള്ളൂ. നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടത്ര അറിവോ പരിജ്ഞാനമോ ഒന്നും എനിക്കില്ല. എങ്കിലും നിങ്ങളുമായിട്ട് 60 വയസ്സിനോടടുക്കുന്ന 58 വയസ്സായി എനിക്ക് ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വന്ന ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. ഏതെല്ലാം നാൾവഴികളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്, ഇത് ജനങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. എൻ്റെ ബാല്യകൗമാര കാലഘട്ടങ്ങളൊക്കെ വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ജീവിക്കാനായിട്ട് ഒത്തിരി തൊഴിൽ മേഖലകളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ ഒരു കർഷക തൊഴിലാളി എന്ന നിലയിൽ കയ്യാലകെട്ട്, പിന്നെ ദിവസക്കൂലിക്ക് പണിയുന്ന പണിക്കാരൻ, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി, ചായക്കട, അതുപോലെ ചിക്കൻ സ്റ്റാള്, കോഴി ഫാം, ഇങ്ങനെ നിരവധിയായ മേഖലകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി, സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി, അല്ലെ സമ്പത്തുണ്ടാക്കുക എന്നല്ല, ജീവിക്കാൻ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറി പോകാൻ ആവശ്യമായ സമ്പത്ത് കണ്ടെത്തുകയാണല്ലോ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം. അടിസ്ഥാനപരമായി സാമ്പത്തികമായ ഭദ്രത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് പലപ്പോഴും പരാജയപ്പെട്ട പല അനുഭവങ്ങളും എനിക്കുണ്ട്. നിങ്ങളെല്ലാം കാണുന്ന വീഡിയോകൾ സാധാരണയായി കണ്ടുവരുന്നത് ഒത്തിരി കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലൂടെയും കടന്നുപോയിട്ട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ നിരന്തരമായ അധ്വാനവും കഠിന പ്രയത്നവും കൊണ്ട് ജീവിത വിജയം നേടി ഒരുപാട് മേഖലകളിൽ സമ്പത്തും ജീവിത സൗകര്യങ്ങളും വർദ്ധിച്ചവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നാം സാധാരണ കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം ചെയ്തു നോക്കി പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇനി മുന്നോട്ട് ഒരു വിജയത്തിന് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിൻ്റെ കഥകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ നേർക്കാഴ്ചകളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസപരമായി വലിയ മുൻപോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഈ ജീവിത മേഖലകൾ, ഈ തൊഴിലവസരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ വ്യക്തികൾ എന്നെ കേൾക്കുന്നവരിൽ ഉണ്ടാകാം. ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. ഒരു പെൺകുട്ടി എനിക്കുണ്ട്. അവളെ വിവാഹം ചെയ്തയച്ചു. ഇപ്പോൾ 3 ആൺമക്കളുടെ
വല്യപ്പൻ കൂടിയാണ് ഞാൻ. ഇത്രയും ജീവിത ഉത്തരവാദിത്തങ്ങളിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദൈനംദിനമായ ജീവിതാവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഈ വിവരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്രയൊക്കെ ജോലി മേഖലയിൽ അധ്വാനിച്ചിട്ടും എന്തുകൊണ്ടും ഇതുവരെ അടിസ്ഥാനപരമായിട്ട് ഒരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ സമ്പത്ത് സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ന്യായമായ സംശയമാണ്. ഇതിൽ എനിക്ക് പറ്റിയിട്ടുള്ള ചില ന്യൂനതകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒരു 20 വയസ്സിനോടടുത്ത കാലഘട്ടങ്ങളിൽ ചെറുതായിട്ട് മദ്യപാനം ആരംഭിച്ച് ഞാൻ 25-ാമത്തെ വയസ്സോടടുക്കുമ്പോൾ നല്ല ഒരു തികഞ്ഞ മദ്യപാനിയായി തീർന്നു. കഠിനാധ്വാനം ചെയ്യുന്ന ജോലി മേഖലയിലൂടെ സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് മദ്യപാനം, ചീട്ടുകളി, മറ്റു ദുശ്ശീലങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി കണ്ടേക്കാം. ഈ മദ്യപാനം എന്ന ആസക്തി ഒരു വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ, എല്ലാത്തിനും സംശയം, എടുത്തിയാട്ടം, കോപം, ആലോചിച്ച് ചെയ്യാത്ത ഓരോരോ പ്രവൃത്തികളും. മദ്യപാനം എന്ന ദുശ്ശീലത്തിലൂടെ എന്നിലൂടെ കടന്നുകൂടിയ ആ ദുശ്ശീലം കൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഒക്കെ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ജോലി മേഖലയിലെ കഠിനാധ്വാനത്തിലൂടെ സമ്പത്ത് കണ്ടെത്താൻ കഴിയുമായിരുന്നെങ്കിലും വേണ്ട വിധത്തിൽ ക്രിയാത്മകമായിട്ട് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വളരെ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കുടുംബത്തിൽ അസ്വസ്ഥത, കുടുംബത്തിൽ സ്നേഹമില്ലായ്മ, എപ്പോഴും കലഹം, ഇങ്ങനെയൊക്കെയായി. എങ്കിലും കുറേ കാലം അങ്ങ് ജീവിച്ചു പോയി. മകളെ കെട്ടിച്ചയച്ചു. ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ, ഒരു വീട് പണിതു, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തെങ്കിലും തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിത കാലഘട്ടങ്ങളിൽ മദ്യമെന്ന പിശാച് വളരെ എന്നെ ആക്രമിച്ചു. അതുകൂടാതെ എനിക്ക് ഒരു വകയും ചെയ്യാൻ കഴിയില്ല, ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിലൊക്കെ 40-45 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിപ്പെട്ടിരുന്നു. രാവിലെ എണീക്കുമ്പോൾ കൈ വിറയ്ക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്ന തരത്തിലേക്ക് മദ്യപാനം അത്രയും നീണ്ടുപോയി. എന്നാൽ ഇതിനിടയ്ക്കെല്ലാം പലരും ഉപദേശിച്ചു, ഇതിൽ നിന്നെല്ലാം വിട്ടുമാറണം, വഴിമാറി ചിന്തിക്കണമെന്നൊക്കെ എൻ്റെ മനസ്സിലും എനിക്ക് ആഗ്രഹം ഉണ്ടായെങ്കിലും അപ്പോഴൊന്നും അതിന് സാധിച്ചിട്ടില്ല. പല ക്രിസ്ത്യൻ മതവിശ്വാസിയായ ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിൽ ഒരു 10-15ഓളം മാറിയുള്ള ധ്യാനങ്ങൾ പല വർഷങ്ങളായിട്ട് കൂടിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എൻ്റെ മദ്യപാനശീലം എന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസം കൂടിപ്പോയാൽ എനിക്ക് പിടിച്ചു നിൽക്കാനാവും. അത് കഴിയുമ്പോൾ വീണ്ടും പഴയ സുഹൃത്തുക്കളോടൊപ്പം കൂടി വീണ്ടും മദ്യത്തിന് അടിമയാകും. അതെനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതെ അത്രയും ജീവിതത്തിൽ ആനന്ദകരമായ ഒരു സംഗതി വേറെ ഇല്ല എന്ന ഒരു നിലപാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വീട്ടിൽ പ്രവേശിക്കാൻ വരെ സാധിക്കാത്ത തരത്തിൽ നിയമപാലകരുടെ വിലക്കുണ്ടായി. അങ്ങനെ 3 വർഷക്കാലം ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഞാനും ഭാര്യയും തമ്മിൽ ഭിന്നിച്ച് കഴിയേണ്ടി വന്നു. വിവാഹമോചനത്തിന് വക്കോളം എത്തിയ ഓരോ അവസ്ഥയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മേഖലയിൽ ഈ സമയത്തൊക്കെ ഈ മദ്യപാനം നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പ്രതീക്ഷ പോലെയുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിലെ ചികിത്സ 2-3 പ്രാവശ്യം നേടിയിട്ടുള്ളവനാണ് ഞാൻ. എന്നിട്ടും എനിക്ക് ഈ മദ്യത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെ നീണ്ട വർഷങ്ങൾ മദ്യത്തിലൂടെ പോയി 3 വർഷം ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് മാറി നിന്നു, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ടുള്ള
ഒറ്റപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ സമയത്തൊക്കെ ഞാൻ കടുത്ത മദ്യപാനിയായിരുന്നു. കൈകാലുകൾ വിറയൽ, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം വൃക്കഗുളികയുടെ ഉപയോഗമില്ലാതെ കിടന്നാൽ ഉറക്കം വരില്ല. രാത്രിയിൽ സ്വപ്നത്തിലെന്ന പോലെ ഒരു അരമണിക്കൂറെങ്ങാനും മയങ്ങിയാൽ ദുസ്വപ്നങ്ങൾ കണ്ട് ചാടി എണീക്കുക. അപ്പോൾ തന്നെ പോയിട്ട് മദ്യപിരിക്കുന്ന സ്ഥലത്ത് പോയി ഈ ജോലി ചെയ്തുണ്ടാക്കിയ ബിസിനസ്സിലൂടെയൊക്കെ ഉണ്ടാക്കിയ പണമെല്ലാം ഇങ്ങനെ മദ്യത്തിന് വേണ്ടി ചിലവഴിച്ച് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ആകെ തകർന്ന ജീവിതാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, എൻ്റെ ജീവിത പങ്കാളിയുടെ കടുത്ത ചില തീരുമാനങ്ങൾ അന്ന് എനിക്ക് വേദനാജനകമായി തോന്നിയിരുന്നെങ്കിലും ഇപ്പോഴും ഞാൻ തിരിച്ചറിയുന്നു, അവരുടെ ആ ശക്തമായ, ഒരു സ്ത്രീയും ഏറ്റെടുക്കാൻ കഴിയാത്തവണ്ണം എല്ലാവരും കുറ്റപ്പെടുന്ന അത്രയും ശക്തമായൊരു നിലപാട് എൻ്റെ ജീവിത പങ്കാളി എടുത്തതുകൊണ്ട്, എൻ്റെ ജീവിത പങ്കാളിയുടെ ആ ശക്തമായ നിലപാട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ മദ്യത്തെ ഉപേക്ഷിക്കാൻ സാധിച്ചത്. ഇന്ന് സന്തോഷകരമായ ഈ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പിന്നീട് ഒരിക്കൽ അവസരം കിട്ടുമ്പോൾ എല്ലാം വിശദീകരിച്ച് പറയുന്നതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, 6 വർഷമായിട്ട് മദ്യം ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. മദ്യം എന്ന വസ്തുവിനെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. മദ്യപിച്ച ആൾക്കാരോട് സ്നേഹപൂർവ്വം ഞാൻ അവരിൽ നിന്ന് ഒരകലം പാലിച്ച് മാറി നിൽക്കുന്നു. അങ്ങനെ മദ്യത്തെ പൂർണ്ണമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ എനിക്കതിന് ഭയപ്പാടോടുകൂടി, വെറുപ്പോടുകൂടി ഉപേക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ സത്യം നിങ്ങളുമായിട്ട് ഞാൻ തുറന്നു പറയട്ടെ. ഇതിനൊക്കെ നിമിത്തമായത് എൻ്റെ ജീവിത പങ്കാളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വീഡിയോയിലൂടെ, തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മദ്യപാനവും അതിലൂടെ വരുന്ന തിക്താനുഭവങ്ങളും ദോഷങ്ങളും അതിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ള ചില കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് പല വീഡിയോകളിലൂടെ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥ, ഒരു 5 ലക്ഷം രൂപയോളം കടബാധ്യതയിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ടിൽ 5 നയാ പൈസയോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. 60 വയസ്സോളം എത്തിയ ഞാൻ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും സ്വരൂപിക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ ഇത്രയും വിശദീകരണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ അതിന് ശേഷം, ഈ 6 വർഷത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുകയും വീട്ടിൽ വളരെ സന്തോഷവും സമാധാനമായ അവസ്ഥയിലേക്കെല്ലാം ഞങ്ങൾ എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു 4 കറവ പശുക്കൾ എൻ്റെ വീട്ടിലുണ്ട്. 4 കറവ പശുക്കൾ. അതുപോലെ ഞാൻ ഓരോ സീസണിലും പച്ചക്കറി കൃഷി വിശാലമായിട്ട് ചെയ്യുന്നു. അടിസ്ഥാനപരമായിട്ട് എനിക്ക് കൃഷി ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങളൊന്നുമില്ല. ഒരു ഒരേക്കറോളം സ്ഥലമേ എനിക്ക് ആകെയുള്ളൂ. ആ സ്ഥലത്ത് ഒത്തിരി കൃഷികളുണ്ട് എനിക്ക്. കുറച്ച് കവുങ്ങ്, കുറച്ച് അരച്ചു കൂട്ടാൻ തേങ്ങ, കുറച്ച് കുരുമുളക്, കുറച്ച് ജാതി, ഇങ്ങനെ എല്ലാ കൃഷികളും എൻ്റെ പറമ്പിലുണ്ട്. ഒരു 10 ഏക്കർ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ആദായം ഇപ്പോഴും ഞങ്ങളുടെ ഈ പ്രദേശത്തെ കാലാവസ്ഥയുമായിട്ട്, കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരു 10 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആദായം എൻ്റെ ഈ 1 ഏക്കറിൽ നിന്ന് എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക്, ഇങ്ങനെയുള്ള ചെറിയ കൃഷികളൊക്കെ ആയിട്ട് നോക്കി ഞാൻ മുന്നോട്ട് പോകുന്നു. ഇതിലൊക്കെ ഓരോ സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന കൃഷി രീതികളൊക്കെ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. പിന്നെ എൻ്റെ വീടിനോട് ചേർന്ന് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ചെറുതേൻ കൃഷി ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചെറുതേനിലൂടെ എനിക്ക് ഒരു വർഷം ഏകദേശം ഒരു 20,000 രൂപ അടുത്ത് സ്വരൂപിക്കാൻ കഴിയുന്നുണ്ട്. അതിനൊക്കെ വളരെ വലിയ അധ്വാനമില്ലാത്ത, കുറച്ച് ശ്രദ്ധയും കുറച്ച് താല്പര്യവും ഉണ്ടായാൽ മാത്രം മതി. ചെറിയ കൃഷിഭൂമിയുള്ളവർക്ക് 10 സെൻറ്റും 20 സെൻറ്റും ചെറിയ വീടുമൊക്കെ ആയിട്ട് താമസിക്കുന്ന, അടിസ്ഥാനപരമായി സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധി ഇല്ലാത്ത കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്കും ഒക്കെ അനുകരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല മേഖലകൾ, വലിയ അധ്വാനം കൂടാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എല്ലാവിധ പച്ചക്കറി കൃഷി, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യന് നന്മയുണ്ടാകുന്ന
കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകമായി ഞാൻ എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കൂടുതലായിട്ട് മദ്യപാനം മൂലം തകർന്നു പോയ കുടുംബങ്ങളോടും ഒക്കെ ഒരു കരുണയോടെയുള്ള കാഴ്ചപ്പാടുകളും ആ വ്യക്തികളെയൊക്കെ എങ്ങനെയെങ്കിലും കരകയറ്റാൻ എന്നാലാകുന്ന സഹായം, ഉപദേശങ്ങളല്ല പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ വ്യക്തിയും ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ചില കർമ്മ മേഖലകൾ ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാണ്. അത് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു നമുക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നതെന്ന്. എന്നാൽ അതിലുപരി നാം അറിയാതെ ഈ സമൂഹത്തിലെ മറ്റു പല വ്യക്തികൾക്കും ഇത് നന്മയായിട്ട് ഉപകാരമായി ഭവിക്കുന്നുണ്ടെന്നുള്ളത് കൂടുതൽ ആഴമായി ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞാൻ ഈ 4 കറവ പശുക്കളോട് ഉൽപ്പാദിപ്പിക്കുന്ന പാല് എത്രയോ ജനങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വരുമാനം കിട്ടുന്നു. ഈ ചെറുതേന് എത്രയോ ഔഷധ ഗുണമുള്ള സാധനമാണ്, ഒരു മായവും ചേർക്കാതെ ആൾക്കാർക്ക് വിതരണം ചെയ്യാൻ സാധിക്കുക. അതുപോലെ പച്ചക്കറികൾ വിഷരഹിതമായ കീടനാശിനികൾ അടിക്കാതെ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് മുന്നിൽ നമുക്കും എൻ്റെ വീട്ടാവശ്യത്തിനും മറ്റ് ജനങ്ങൾക്കുമൊക്കെ ചെയ്ത് നമ്മളാലാകുന്ന സഹായമാണ്, സേവനമാണ്, മറ്റുള്ളവർക്ക് നന്മയായി തീരുന്ന ഒരു മനോഭാവത്തോടെ നമ്മളായിരിക്കുന്ന എല്ലാ ജോലി മേഖലകളിൽ നിന്നുകൊണ്ട് നമുക്ക് മനുഷ്യരെ സേവിക്കാൻ വേണ്ടി, മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി സാധിക്കും. ഈ കൂട്ടായ്മയിൽ എൻ്റെ ഈ നല്ല ഉദ്ദേശത്തോടുള്ള ഈ പരിശ്രമത്തിൽ നിങ്ങൾ ഏറെ താല്പര്യത്തോടെ ഇതിനോട് സഹകരിക്കുകയും ഇത് കാണുകയും ഈ വീഡിയോ കണ്ട നിങ്ങളെല്ലാവരും ഏദൻ ഫാം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്നൊക്കെ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു. ഏദൻ ഫാം.